ഹായ്, എല്ലാവർക്കും ഫാത്തിമാസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ലെയർഡ് ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കുടിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ലൈം ജ്യൂസാണിത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരെ സ്വീകരിക്കാൻ പറ്റിയൊരു ലൈം ജ്യൂസാണ്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ആദ്യം ഇതിനു വേണ്ടി ഒരു ഐസ് ക്യൂബ്സ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ അല്ലി അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവും കളഞ്ഞ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം പോലും വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ജ്യൂസ് ഈ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളെ അടിച്ചെടുത്തിരിക്കുന്ന ഈ ജ്യൂസ് നമ്മുടെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇതിലേക്ക് ഞാൻ സബ്ജ സീഡ്സ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊങ്ങി വന്നോളൂ. ആ സമയത്ത് നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 പുതിനയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നാരങ്ങ ഇവിടെ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓറഞ്ച് നീരും കൊണ്ടുള്ള ഐസ് ക്യൂബ്സ് ആണിത്. ഇതിവിടെ കട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെയർഡ് ലൈം ജ്യൂസ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സബ്ജ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെയർഡ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾ കട്ടയാക്കി ഇടുന്നതിൻ്റെ കാരണം അത് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലെ ഓറഞ്ച് ഐസ് ക്യൂബ്സും കൂടെ അലിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു ലൈം ജ്യൂസിന്. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ സ്വീകരിക്കാൻ പറ്റിയ ഒരു ലൈം ജ്യൂസാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഏത് പുതിയ റെസിപ്പി ഇട്ടാലും അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണാം.